അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ജഡ്ജ് NV രാജുവിന് യാത്രയയപ്പ് നൽകി മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ. NV രാജു ഉപഹാരം ഏറ്റുവാങ്ങി. കൊല്ലം ജില്ലാ ജഡ്ജായി സ്ഥലം മാറിപ്പോകുന്ന മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ജഡ്ജി NV രാജുവിന് മൂവാറ്റുപുഴ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ ഹാളിൽ നടന്ന ചടങ്ങിൽ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് വർഗീസ് അധ്യക്ഷത വഹിച്ചു. നമുക്ക് രാജ്സാറിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു മച്യൂരിറ്റി വന്ന ഒരു ന്യായാധിപൻ എന്ന നിലയിൽ നമ്മളോടുള്ള പെരുമാറ്റത്തിലും ആ കോടതിയിൽ പോകുന്നവരാവട്ടെ അല്ലാത്തവിടെ അസോസിയേഷന്റെ സ്ഥിരം പരിപാടിയിൽ അദ്ദേഹം വരുമ്പോഴുള്ള ഇടപെടലിൽ നിന്ന് വളരെ മെച്യൂരിറ്റിയുള്ള, പിന്നെ എല്ലാ കാര്യങ്ങളെ പറ്റി അവഗാഹമുള്ള ഒരു സീനിയർ ന്യായാധിപൻ എന്ന നിലയിൽ നമുക്ക് ഏറെ ബഹുമാനം തോന്നുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ. എല്ലാവരോടും സമഭാവനയോടെ പെരുമാറുകയും എന്നാൽ യാതൊരു തലക്കുറവും ഇല്ലാതെ ഏതൊരു കാര്യത്തിലും തുറന്ന അഭിപ്രായം പറയുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ് വ്യക്തിപരമായി എനിക്ക് അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രൊമോഷൻ എന്ന് പറയാനില്ല, അദ്ദേഹം തന്നെ പറഞ്ഞു പ്രൊമോഷൻ അല്ല, ഇതൊരു ഭാഗമാണ്, സെയിം എന്താ പറയുക കാറ്റഗറിയൊക്കെ തന്നെയാണ്. എങ്കിൽ കൂടി ഒരു ജില്ലയുടെ മൊത്തം അധിപനായി അദ്ദേഹം പോകുന്നതിലേറെ സന്തോഷമുണ്ട്. അദ്ദേഹം അർഹതയുള്ള ഒരു പോസ്റ്റിലേക്കാണ് പോകുന്നത്. കാരണം അതിനുള്ള കഴിവും സാമർഥ്യവും ഒക്കെ അദ്ദേഹത്തിനുണ്ട്. ജോസ് വർഗീസിൽ നിന്ന് NV രാജു ഉപഹാരം ഏറ്റുവാങ്ങി. പബ്ലിക് സർവന്റാണ്, ഏതൊരു സർക്കാർ ശബ്ദം തരുന്നത് പൊതുജനങ്ങളാണ്. പൊതുജനങ്ങളെ സേവിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ളവരാണ്. നമ്മൾ സേവനം ചെയ്യാൻ ബാധ്യസ്ഥരാണ്. നമ്മൾ പറ്റുന്ന പ്രതിനിധിത്വമായിട്ട് ന്യായമായ സേവനം ജനങ്ങൾക്ക് കിട്ടാനുള്ള അവകാശം, ഇത് പൊതുപ്രവർത്തനം കിട്ടാറുണ്ട്. ഞാൻ ജോലി ചെയ്യുന്നത് ഈ കാഴ്ചപ്പാടുകൊണ്ട് തന്നെയാണ്. സമയം അതുപോലെ തന്നെ മനസ്സിലാക്കിയ കാര്യം, എന്റെ എനിക്ക് ബോധ്യമുള്ള കാര്യം, അലസത എന്ന് പറയുന്നത് ദൈവത്തിന് ഇഷ്ടമില്ലാത്തത്. നമ്മളെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി അവർക്ക് നന്മ ചെയ്യാനും അലസരായിരിക്കുക എന്ന് പറയുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാണ്. പ്രവർത്തനം നല്ലതായി ആരോഗ്യവും അവസരവും ഒക്കെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. അവസരങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്ന ജോലികൾ നമുക്ക് ചെയ്യും. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ 35 ദിവസമാണ് ഞാൻ മൂവാറ്റുപുഴ MACT ആൻഡ് അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജ് KN ഹരികുമാർ യോഗത്തിൽ ആമുഖ പ്രസംഗം നടത്തി. സബ് ജഡ്ജ് അദീഖ് റഹ്മാൻ, അഡ്വക്കേറ്റ് N രമേശ്, അഡ്വക്കേറ്റ് NP തങ്കച്ചൻ, അഡ്വക്കേറ്റ് R അജിത് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. മൂവാറ്റുപുഴയുടെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തിക്കുന്ന News@18. ഇനി വാർത്താ അവതാരികയാകാൻ ഞാനും.